ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ കമ്പയർ ചെയ്യുന്നത് ദൃശ്യം 3യും പേട്രിയറ്റ് എന്ന സിനിമയുമാണ്. ഞാൻ ദൃശ്യം 3 എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പേട്രിയറ്റ് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പേട്രിയറ്റിൻ്റെ റിവ്യൂ ചെയ്യാതിരിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. പേട്രിയറ്റ് എന്ന മൂവി എനിക്ക് അങ്ങനെ വർക്കായില്ല. സോ ഐ വാണ്ട് ടു അനലൈസ് എന്തുകൊണ്ടാണ് ദൃശ്യം 3 എനിക്ക് വർക്കായത് ബട്ട് പേട്രിയറ്റ് ഡിഡൻറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ക്യാരക്ടേഴ്സുമായിട്ട് പേട്രിയറ്റിൽ എംപത്തൈസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബേസിക്കലി പേട്രിയറ്റിൽ നമുക്കൊരു ഹ്യൂമൻ ടച്ച് ഹ്യൂമനൈസ് ചെയ്യാൻ പറ്റുന്നില്ല ക്യാരക്ടേഴ്സിനെ. നമുക്ക് അതിനകത്ത് ഹീറോ ഈസ് സോ പവർഫുൾ, ഹീറോ ഈസ് അൺടച്ചബിൾ, ഹീസ് ജംപ്സ് ഫ്രം ഫ്ലൈറ്റ്, he have a plot armor, but so there is not real tension. And also enemy avade, it's like a two-dimensional character. He is not a real villain, okay? But നമുക്ക് അതുകൊണ്ട് തന്നെ സിനിമയിൽ വില്ലൻ ആരാ, അതുപോലെ തന്നെ ഹീറോ ആരാ, പിന്നെ ഹീറോൻ്റെ സൈഡ് കിക്കായിട്ട് വരുന്ന ഒരു ക്യാരക്ടറുണ്ട്, നമ്മുടെ ലാലേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ പർപ്പസ് എന്താ? അദ്ദേഹം ഹീസ് എൻ എക്സ്പെൻഡബിൾ ക്യാരക്ടർ, ആൻഡ് സിൻസ് വി ആർ നോട്ട് എംപത്തൈസ്ഡ് വിത്ത് ഹിം വെൻ ഹി ഡൈ ഇൻ ദ മൂവി, വി ഡോണ്ട് ഫീൽ എനിത്തിങ്. ഓക്കെ, മെയിൻലി ഇതിൻ്റെ പ്രശ്നം എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ റിലൈ ഓൺ സ്പെക്ടക്കിൾ ഓവർ സ്ക്രിപ്റ്റ്. സ്ക്രീൻ പ്ലേയിൽ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ദ സ്പെൻഡ് ടൈം ഓൺ സ്പെക്ടക്കിൾസ്. അടിപൊളി സിനിമയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂജ് പൊട്ടൻഷ്യൽ, ആൻഡ് ഓൾസോ ഇറ്റ്സ് വൺ ഓഫ് ദി ഡിഫറെൻറ്റ് ടേക്ക് ഫ്രം മലയാളം മൂവി ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ്. ബട്ട് സിൻസ് the script or the characterization or something was lost in the movie, I don't know what, something was not there. But in Drishyam 3, George Uti wins by being smarter, not stronger. He's on the back foot. Bureaucracy and everything is following up. I mean, it is the villain, but he's just still survive. പിന്നെ നമുക്ക് ഏറ്റവും മെയിനായിട്ട് ജോർജ് കുട്ടിൻ്റെ കേസ് പറഞ്ഞാൽ എല്ലാവർക്കും ഫാമിലി ഉണ്ട്, എല്ലാവർക്കും മക്കളുണ്ട്, വൈഫുണ്ട്. സോ ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് ഗിൽട്ട്, ഫാമിലി ആൻഡ് ലൈസ്. യൂണിവേഴ്സൽ തീംസാണ്, നമുക്ക് ഭയങ്കരമായിട്ട് എംപത്തൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ഈസ് ടോപ്പ് നോച്ച് ഹിയർ. ഓക്കെ, ഓൾസോ ദ ട്വിസ്റ്റ്സ് ആർ എ ലിറ്റിൽ ബിറ്റ് ഫെയർ. Clues are there, so we don't feel we are betrayed. Okay, so Drishyam 3 also, it's a personal journey. The focus is on the protagonist. The protagonist really leads the story, and Mohanlal performance is also good. So it's all about script. It's all about how the director want to see the movie, and how its vision is transformed to the screen. So Patriot didn't work for me, but I liked the movie. I will still see the movie in theater, and I will appreciate the vision. But more than that, Drishyam 3 worked for me because of the script. That's it for today. Thanks for watching the video. See you guys in the next one.